السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة وشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لا حول ولا قوة إلا بالله العلي العظيم. قال رسول الله صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. وأحسن منك لم ترى قط عيني وأجمل منك لم تلد النساء. സർവാദരണീയരായ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥികൾ, നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എല്ലാത്തിനേക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും തന്നെ യഥാർത്ഥ മുഅ്മിനാവുകയില്ല. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ജീവികൾ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആദരവ് കാണിച്ച പല ജീവനില്ലാത്ത വസ്തുക്കളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ആളുകളെ നാം അറിഞ്ഞിട്ടുണ്ട്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് മനസ്സിലാക്കിയ ആളുകളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു. ആ സ്വഹാബത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചത് ലോകത്ത് ആർക്കും തന്നെ മുത്തുനബിയെ സ്നേഹിക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു. ആരാണ് സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾക്കാണ് സ്വഹാബത്ത് എന്ന് പറയുക. ആ സ്വഹാബത്ത് മുത്തുനബി തങ്ങളെ സ്നേഹിച്ചത് എങ്ങനെയാണെന്നറിയുമോ? മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളെ സ്നേഹിച്ചതിൽ ഉത്തമ ഉദാഹരണമാണ്. അല്ലാഹുവിൻ്റെ റസൂല് റബീഉൽ അവ്വൽ 12 സുബഹിയോട് അടുത്ത സമയത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂലില്ലാത്ത ഈ മദീനയിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മദീനയിൽ നിന്നും യാത്ര തിരിച്ച മഹാനാണ് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. കുറേ കാലങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ തങ്ങൾ മറ്റൊരു നാട്ടിലാണ്. രാത്രിയുടെ യാമങ്ങളിൽ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ റസൂല് വന്നുകൊണ്ട് പറയുന്നു, ബിലാൽ, എന്നെ മറന്നുപോയോ ബിലാൽ? എത്ര കാലങ്ങളായി നീ എൻ്റെ മദീനയിൽ വന്നിട്ട്, എത്ര കാലങ്ങളായി നീ മദീനയിൽ വന്നിട്ട് എന്നെ മറന്നുപോയോ ബിലാൽ? മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണരുകയാണ്. അല്ലാഹുവിൻ്റെ റസൂല് വിളിച്ചല്ലോ എന്നെ മദീനയിലേക്ക്. രാത്രിക്ക് രാത്രി മദീനയിലേക്ക് പലായനം നടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ മദീനയിൽ എത്തിയപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്. ബിലാലിനെ കണ്ടപ്പോൾ അബൂബക്കർ തങ്ങൾ പറയുന്നു, ബിലാൽ, ഞങ്ങളെ മറന്നുപോയോ ബിലാൽ?
എത്ര കാലങ്ങളായി നീ ഞങ്ങളുടെ മദീനയിൽ വന്നിട്ട് ഒന്ന് ബാങ്ക് കൊടുക്കുമോ ബിലാൽ? മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോൾ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്കതിന് സാധ്യമല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഞാൻ ബാങ്ക് കൊടുക്കുമ്പോൾ ഇഖാമത്തിന് സമയമായാൽ ആദരവായ തങ്ങളോട് ഞാൻ സമ്മതം ചോദിക്കാറുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അതാരോട് സമ്മതം ചോദിക്കാനാ? എൻ്റെ ഹബീബില്ലാത്ത മദീനയിൽ ഇങ്ങനെ ബാങ്ക് കൊടുക്കാനാണെന്ന് ചോദിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് മറുപടിയില്ല. എന്നാൽ മുത്തുനബിയുടെ 2 മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവർ വന്നുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോൾ ചെറിയ കുട്ടിയെ പോലെ അനുസരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ ബാങ്ക് കൊടുക്കാൻ മുതിരുകയാണ്. ഉമയ്യത്തിൻ്റെ അടിമയായിരിക്കുന്ന സമയത്ത് എന്നെ ഒരാളും തന്നെ മനുഷ്യനായി കണ്ടില്ല. എനിക്ക് മാനുഷിക പരിഗണന ആരും നൽകിയില്ല. എന്നെ ആദ്യമായി മനുഷ്യനായി കണ്ട് എനിക്ക് മാനുഷിക പരിഗണന തന്ന് എന്നെ വാരിപ്പുണർന്ന് ചുംബനം തന്ന നേതാവ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മുത്തുനബിയുടെ മക്കൾ പറഞ്ഞാൽ എങ്ങനെയാ അനുസരിക്കാതിരിക്കുക? മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, മദീന നിവാസികളോട് പള്ളിയിൽ തടിച്ചുകൂടുകയാണ്. അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മുഴുവനായി പറയാൻ കഴിയാതെ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീണുപോയി. ചരിത്രം പറയുന്നു, ആ ബോധക്ഷയത്തിൽ നിന്നും ബിലാൽ പിന്നെ എണീറ്റില്ല. ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു. ഇതായിരുന്നു ബിലാലിൻ്റെ സ്നേഹം. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു മറ്റൊരു ഉദാഹരണമാണ്. ശത്രുക്കൾ കൊണ്ടുപോയി തൂക്കിലേറ്റാൻ കൊണ്ടുപോയ സമയത്ത് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഓ ഖുബൈബ്, നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദാണെങ്കിൽ എന്തൊരു സന്തോഷമാണ്. നിന്റെ മക്കളുമായി നിന്റെ ഭാര്യയുമായി ഞങ്ങൾ പറഞ്ഞയക്കുമായിരുന്നു. ആ സമയത്ത് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുകയാ, അല്ലയോ മുശ്രിക്കുകളെ, അള്ളാഹുവിൻ്റെ റസൂലിനെ ഈ സ്ഥാനത്ത് വെച്ചുകൊണ്ട് എൻ്റെ ഭാര്യയോടുകൂടെ എൻ്റെ മക്കളോടുകൂടെ ഞാൻ എൻ്റെ വീട്ടിൽ തങ്ങുന്നതിനേക്കാൾ എനിക്ക് മരണമാണ് ഖൈറെന്ന് മുശ്രിക്കുകളോട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. ബഹുമാനപ്പെട്ടവർ തുടരുന്നു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലിലൊരു മുള്ളു കുത്തുന്നത് പോലും ഈ ഖുബൈബിന് സഹിക്കില്ല. ആ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റിയതിനു ശേഷം മഹാന്മാര് പറയുന്നു, സൂറും മിൻ ഹയാത്തി സ്വഹാബയിൽ പറഞ്ഞത് കാണാം, ആ ശരീരത്തിൽ എത്ര മുറിവുണ്ടെന്ന്, ആ ശരീരത്തിൽ എത്ര കുത്തുകളുടെ പാടുണ്ടെന്ന് ഒരു മനുഷ്യനെ കൊണ്ട് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. അത്രത്തോളം മുറിവുകളാണ്. എന്തേ ഒരു തൂക്കിലേറ്റിയ ആളിന് ഇത്രയും മുറിവുകൾ? റസൂലുള്ളാന്റെ കാലിലൊരു മുള്ളു കുത്തുന്നത് പോലും എനിക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മുശ്രിക്കുകൾ ബഹുമാനപ്പെട്ടവരെ ഉപദ്രവിച്ചതാണ്. എൻ്റെ സഹോദരങ്ങളെ, ലോകത്ത് മുത്തുനബി തങ്ങളെ സ്നേഹിച്ചതിൽ ഏറ്റവും മുൻപന്തിയിലിരിക്കുന്ന വിഭാഗമാണ് സ്വഹാബത്ത്. ആ സ്വഹാബത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ചതിൽ നമുക്ക് ഉത്തമ ഉദാഹരണങ്ങളുണ്ട്. കുറേ സ്വഹാബത്ത് മുത്തുനബി തങ്ങളെ സ്നേഹിച്ചതിന് ഉദാഹരണങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പോലെ സ്നേഹിക്കാൻ കഴിയില്ലെങ്കിലും മുത്തുനബിയെ സ്നേഹിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മുത്തുനബിയോട് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.